ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ലെവൽ പ്രിലിംസ് എക്സാമിനും 10th മെയിൻ എക്സാം എഴുതുന്നവർക്കും വേണ്ടിയാണ്. മുൻകാല ചോദ്യപേപ്പറാണ്. എല്ലാവരും കാണുക, ഇത് ചെയ്തു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം 1. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ വള്ളത്തോൾ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി ഉള്ളൂർ, ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി. ഉത്തരം കെ ആണ്, വള്ളത്തോൾ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ചോദ്യം 2. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ്, രാജ്യ സമാചാരം. അതാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ചോദ്യം 3. കൂക്കുടക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? ചോദ്യം 3. കൂക്കുടക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖം പട്ടണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോഴിക്കോട്. ചോദ്യം 4. ഇന്ത്യയില് ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ വിള ഏത്? ഓപ്ഷൻ എ നെല്ലിനമാണ്, നെല്ല്. ചോദ്യം 5. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്, ഓപ്ഷൻ ബി കരിമീൻ. ചോദ്യം 6. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 7. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിങ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം ജില്ലയിലാണ്. ചോദ്യം 8. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദനാണ്. ചോദ്യം 9. വില്ലുവണ്ടി സമരം നയിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. ചോദ്യം 10. ജൈന മതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഡി ചന്ദ്രഗുപ്ത മൗര്യനാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ. ചോദ്യം 11. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഓർഗാനോ ക്ലോറിൻ ആണ്, ഓർഗാനോ ക്ലോറിൻ. ചോദ്യം 12. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആനന്ദ തീർത്ഥൻ. ചോദ്യം 13. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? ഓപ്ഷൻ ഡി 3 പ്രാവശ്യം നോട്ട് നിരോധനം നടന്നിട്ടുണ്ട്. ചോദ്യം 14. ചൈനയിലെ ഏത് പ്രദേശത്ത് നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ബി ആണ്, വുഹാൻ. ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്താണ്. ചോദ്യം 15. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി സുനിൽ ഗവാസ്കർ ആണ്, സുനിൽ ഗവാസ്കർ. ചോദ്യം 16. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1950 ജനുവരി 24. ചോദ്യം 17. വയനാട്ടിലെ എടക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ഡി ഫോസറ്റ് ആണ്, ഫോസറ്റ്. ചോദ്യം 18. താഴെ തന്നിരിക്കുന്നവയിൽ കടലോരമില്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ ബി കോട്ടയമാണ്, കോട്ടയം. ചോദ്യം 19. ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് നാണയ പഠനമാണ്, നാണയ പഠനം. ചോദ്യം 20. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണ്? കോട്ടയം ജില്ലയാണ്, ഓപ്ഷൻ എ കോട്ടയം ജില്ല. ചോദ്യം 21. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി കബനി നദിയിലാണ്. ചോദ്യം 22. തിരുവനന്തപുരത്തെ VJT ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേര്? ഓപ്ഷൻ എ അയ്യങ്കാളി ഹാൾ എന്നാണ്. ചോദ്യം 23. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി അക്കിത്തം. ചോദ്യം 24. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആണ്, ഓപ്ഷൻ സി AKG. 25. ചോദ്യം. തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തിലായിരുന്നു? ഓപ്ഷൻ ഡി റാണി ഗൗരി ലക്ഷ്മിഭായ്. ചോദ്യം 26. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ എ 1904. ചോദ്യം 25. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ഏപ്രിൽ 1885. ചോദ്യം 28. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം? ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ് ആണ്, സ്വിറ്റ്സർലൻഡ്. ചോദ്യം 29. ചന്ദ്രയാൻ 2വുമായി സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി റഷ്യയാണ്. ചോദ്യം 30. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ.